കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം അതിൻ്റെ 3-ാം ഭാഗത്തിൽ പ്രകാരം പറയുന്നു: എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രവാചകൻ്റെ ആഴമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമില്ലാതെ ജീവിക്കുന്ന ജനം ദൈവമുള്ളവരായി തീരണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനം ദൈവത്തിങ്കലേക്ക് അടുത്തു വരണം. ദേശത്ത് ഭരണം നടത്തുന്നവരുടെ ഇടയിൽ നടക്കുന്ന അന്യായങ്ങൾ, അനീതികൾ, ന്യായവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കുടുംബങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഭിന്നത, പിണക്കങ്ങൾ, കലഹങ്ങൾ, ഇതിനെല്ലാം ഒരു മാറ്റം വരണം. ഭക്തൻ്റെ പ്രാർത്ഥന ഇതായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പ്രവാചകൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നാം പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഉറപ്പുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു എന്നുള്ള ഉറപ്പ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തോട് യാചിക്കുന്നവരാണ്. എന്നാൽ ദൈവം കേട്ടു എന്നുള്ള ആഴമായ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു പുതിയ ദിനത്തിൽ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ മുഴങ്കാലമടക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധരങ്ങൾ ചലിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.